ഒരുമിച്ച് കർത്താവിനെ ബോധപ്പെടുത്തുവാൻ ഒരിക്കൽ കൂടി കർത്താവ് വലിയ അവസരത്തെ ഓർത്ത് വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആലോചന പരിശുദ്ധാത്മാവിൽ കർത്താവിന്റെ വിശുദ്ധൻ സംസാരിച്ചത് തുടർന്ന് നമ്മുടെ മുമ്പിലും അരമണിക്കൂർ സമയം ഉള്ളതുകൊണ്ട് ദൈവത്തിന് ശുശ്രൂഷിപ്പാനായ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ചും പരിശുദ്ധാത്മ പ്രവർത്തികളെ കുറിച്ചും ഒക്കെയാണല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളും ഇതുകളൊക്കെ കർത്താവ് നമുക്ക് നൽകിയെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വീണ്ടും അടുത്ത ആഴ്ച നാം തുടർന്ന് വീണ്ടും കേൾക്കും. ദൈവത്തിന്റെ അവസരങ്ങൾ വീണ്ടും കേൾക്കും. ഇന്ന് മറ്റൊരു ചിന്തയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നത്. പഠന സംബന്ധമായ മനസ്സിലാക്കേണ്ടതായ ഒരു ചിന്തയാണ്. എങ്കിലും കർത്താവിനകത്ത് ആരാധന വെളിപ്പെടുത്തുന്നെങ്കിൽ പരിശുദ്ധാത്മ നിറവുന്ന ദൈവാത്മാവ് പകരുന്നെങ്കിൽ നമുക്ക് ആരാധിക്കാം. അല്ലെങ്കിൽ ചേർന്ന അവസരമായ കർത്താവിനെ നമുക്ക് ആരാധിക്കും. റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പ്രാരംഭമായി നമുക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിൽ തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്ന റോമർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലൻ എഴുതുന്ന സമയത്ത് ആദാമിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ചില ഭാഗങ്ങളാണ് അവിടെ നാം കാണുന്നത്. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിനെ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. വരുവാനുള്ളവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തു ആദാമിന്റെ പൊരുളും ആദാം പഴയ നിയമത്തിലെ ക്രിസ്തുവിന്റെ നിഴലുമാകുന്നു എന്ന് ദൈവനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആദാമിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ട് പറയുകയാണ്, വരുവാനുള്ളവൻ അത് ക്രിസ്തുവാണ്. വരുവാനുള്ളവന്റെ പ്രതിരൂപമായിരുന്നു ആദാം. ആദാം പാപം ചെയ്ത നിമിത്തം ദൈവ തേജസ് അവന് നഷ്ടപ്പെടുകയും ആത്മിക മരണം സംഭവിക്കുകയും ചെയ്യുകയും ആത്മിക മരണം പിന്നെ ജനിക്കുന്ന സകലിലേക്കും പകരപ്പെടുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ, അപ്പോൾ ആത്മിക മരണം ആദം പാപം ചെയ്തത് നിമിത്തം, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത് നിമിത്തം അവന് ആത്മിക മരണം സംഭവിച്ചു. ദൈവത്തോടുള്ള തേജസ്, ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, കൂട്ടായ്മ നഷ്ടപ്പെട്ടു. അങ്ങനെ അവന്റെ ലംഘനത്താൽ ഒരു മരണം വ്യാപരിച്ചുവെങ്കിൽ ഒരുവൻ ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനത്താൽ അനേകർക്ക് വേണ്ടി ഏറ്റവും കവിയപ്പെടുന്ന ഒരു ദൈവകൃപ വെളിപ്പെട്ടു. ഒരുവന്റെ അനുസരണത്താൽ ആത്മീയ അനുഭവത്തിലേക്ക്, ആത്മീയ നിത്യജീവനിലേക്ക്, ആത്മീയ അനുഭവത്തിലേക്ക്, ദൈവമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞു. എത്ര കേട്ടിട്ട് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. പ്രവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച്, കർത്താവ് വന്നതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് ഞാൻ പ്രാവശ്യം പ്രസംഗിച്ചാണ് തോന്നുമെങ്കിലും 2-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറേയനായ യേശുവിനെ, ദൈവം കാണിച്ചു തന്ന പുരുഷൻ, ദൈവം കാണിച്ചു തന്ന പുരുഷനായി നസറേയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട്, ശ്രദ്ധിക്കുക, സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും യേശു കർത്താവ് പെട്ടെന്ന് പിടിക്കപ്പെടുകയും പെട്ടെന്ന് ക്രൂശീകരിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നില്ല. ഹല്ലേലൂയ. മഹാപുരോഹിതന്മാർ
ഹല്ലേലൂയ, ഉയർത്തെഴുന്നേൽപ്പ്, ദൈവത്തിന്റെ സ്ഥിരനിർണ്ണയം, ദൈവത്തിന്റെ മുന്നറിവ്. ഈ മുന്നറിവിലാണ് കർത്താവിനെ യഹൂദന്മാരുടെ കരങ്ങളിലേക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ അവരെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു. 24-ാമത്തെ വാക്യം, ദൈവമോ മരണപാശങ്ങളെ അടിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ആ വാക്യം കണ്ടില്ലേ? മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് എഴുതിയപ്പോൾ മരണം അവനെ പിടിച്ചു വയ്ക്കാൻ കഴിയത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിതാവായ ദൈവം ക്രിസ്തുവിനെ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്. കർത്താവിന് അറിയാമായിരുന്നു, ദൈവത്തിന് അറിയാമായിരുന്നു, അവൻ ദൈവോത്തരനാണ്. അധർമ്മികളുടെ കയ്യിൽ താൽക്കാലികമായ സമയത്തേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താലും മരണപാശങ്ങളെ അടിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒന്ന് സ്തോത്രം ചെയ്താട്ട് മരണപാശങ്ങളെ അടിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുവാൻ അസാധ്യമായിരുന്നെന്നും ദൈവം അറിഞ്ഞിട്ട് അവന്റെ മുന്നറിവിനാൽ, അവന്റെ സ്ഥിരനിർണ്ണയത്താൽ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം തന്നെ തയ്യാറായി. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. മരണകരമായ പ്രതിസന്ധികളിൽ കൂടെ, പ്രശ്നങ്ങളിൽ കൂടെ ആരെങ്കിലും ഇന്ന് രാത്രി കടന്നു പോകുന്നെങ്കിൽ അവർക്കൂടി ഇന്ന് രാത്രി വിശ്വസിക്കാം, ഈ ദൂതം ഏറ്റെടുക്കാം. നമ്മുടെ കർത്താവിന്റെ ദൈവം മരണപാശങ്ങളെ അടിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു എങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ പ്രതിസന്ധിയുടെ അകത്തും ഒരു ദൈവിക വിടുതലിനെ പകരുവാൻ, ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ നൽകുവാൻ, ഹല്ലേലൂയ, ശത്രു അടച്ചു കളഞ്ഞ മണ്ഡലങ്ങളിൽ നിന്ന് ഹല്ലേലൂയ ആ പാശങ്ങളെ അടിച്ച് നമ്മെ ഉയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അത്രയും വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ ഹല്ലേലൂയ 2-ാം അധ്യായത്തിൽ ആദമിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആദമിനും കർത്താവിനും ചില സാമ്യങ്ങളുണ്ട്. അതിന്റെ രാത്രി എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആദാം കർത്താവിന്റെ പ്രതിരൂപമായിരുന്നു എന്ന് അപ്പോസ്തലനോട് പറഞ്ഞല്ലോ. ഹല്ലേലൂയ. വരുവാനിരിക്കുന്നവന്റെ പ്രതിരൂപമായിരുന്നു ആദമെന്ന്. എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ അങ്ങനെ പറയാൻ കാരണം? ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ആദമിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനെ കുറിച്ച് കാണുന്ന ചില ചിന്തകൾ കർത്താവുമായി വളരെ സാമ്യമുള്ളത് കൊണ്ടാണ് ഹല്ലേലൂയ അപ്പോസ്തലൻ പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ പ്രതിരൂപം എന്ന് ഹല്ലേലൂയ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ആദാമിന്റെ ജനനത്തിലും യേശു ക്രിസ്തുവിന്റെ ജനനത്തിലും തമ്മിൽ ഒരു സാമ്യമുള്ളതായി നമുക്ക് കാണുന്നുണ്ട്. ആദാം എങ്ങനെയാണ് ജനിച്ചത്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചില വേദപണ്ഡിതന്മാർ പറയുന്നു കർത്താവ് നിലത്തെ പൊടി എടുത്തു, അത് കുഴച്ചൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമായിരുന്നു. നിലത്തെ പൊടി എടുക്കുക, ആദാമിനെ സൃഷ്ടിക്കുക. കുഴച്ചൊരു രൂപമാക്കി എന്നും ചിലർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ തന്നെ ഇരുന്നോട്ട്. എന്നാൽ മറ്റു ചിലർ വിശ്വസിച്ചങ്ങനല്ല, അവനെ കുഴച്ച് ഒരു രൂപം തന്റെ സാദൃശ്യത്തിനാക്കി എന്ന് കാണുന്നു. പക്ഷെ അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, നിർമ്മിച്ചിട്ട്, അല്ലെ? പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്. അപ്പോൾ ഒരു സ്കെലിറ്റൻ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ രൂപം ദൈവം ഉണ്ടാക്കി കാണും നിശ്ചയമായും. അപ്പോൾ അങ്ങനെ സ്കെലിറ്റൻ അല്ലെങ്കിൽ ഒരു രൂപം ഉണ്ടാക്കി നിർമ്മിച്ചതിന് ശേഷം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, ആത്മാവിനെ ഊതി, അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ആദാമിന്റെ ജനനം പുരുഷന്റെ ഇഷ്ടത്താലായിരുന്നില്ല, ഒരു സ്ത്രീയാൽ ജനിക്കപ്പെട്ട
വിരിച്ചിരിക്കുന്നത് പോലെ ബ്രൂഡ് ചെയ്ത് പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിപ്പിന് മുമ്പ് ഹല്ലേലൂയ ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്നതിന് മുമ്പ് അതിനെയൊക്കെ സൃഷ്ടിച്ചത് ആരാ? ആത്മാവിന്റെ കാറ്റാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇന്ന് ശൂന്യതകളിൽ കൂടെ എന്നെ കേൾക്കുന്നവർ ഇത് കേട്ടത് പോകാതെ വിശ്വസിച്ച് ഏറ്റെടുത്തു. ശൂന്യതകളിൽ കൂടി, അസ്വസ്ഥതകളിൽ കൂടി, നിരാശയിൽ കൂടെ കടന്നു പോകുന്ന രാത്രി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന് അസാധ്യമായത് ഒന്നുമില്ല. ബ്രൂഡ് ചെയ്യുന്ന സ്പിരിറ്റാ പരിശുദ്ധാത്മാവ്, പരിവർത്തിക്കുന്ന സ്പിരിറ്റാ, അടങ്ങിയിരിക്കുന്ന സ്പിരിറ്റ് അല്ല, പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഇന്ന് രാത്രി നിന്റെ ശൂന്യതകളെ അവന്റെ ശ്വാസം വ്യാപരിച്ചാൽ നീ ജീവനുള്ള അനുഭവത്തിലേക്ക് മാറും. നാം കേട്ടല്ലോ, മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയതുപോലെ നിന്റെ ശൂന്യമായ അനുഭവങ്ങളൊക്കെ ജീവൻ വെച്ച് പ്രതികരിക്കാൻ തുടങ്ങും. നിശ്ചയമായും ആത്മാവ് അവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദാമിനോടും സംസാരിച്ച് കാണും ദൈവത്തോടല്ലേ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ എന്താണ് ആദമും ക്രിസ്തുവും തമ്മിലുള്ള സാമ്യം? യേശു കർത്താവിന്റെ ജനനവും പരിശുദ്ധാത്മാവിലായിരുന്നു. പുരുഷന്റെ ഇഷ്ടത്താലായിരുന്നില്ല. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന്റെ പേര് ഇമ്മാനുവേൽ എന്ന് പേരിടണം. എങ്ങനെ ഇത് സംഭവിക്കും? പുരുഷനെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഹല്ലേലൂയ. ദൂതന്റെ മറുപടി എന്താണ്? ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന ഒരു വിശുദ്ധ പ്രജയുണ്ട്. അത് പരിശുദ്ധാത്മാവിനാലായിരിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ഇല്ലാത്ത ചില മേഖലകളിൽ, നടക്കാത്ത ചില സാഹചര്യങ്ങളിൽ ഇന്ന് രാത്രി ആത്മാവിൽ ചിലത് സംഭവിക്കുമെന്ന്, ആത്മാവിന് ചിലത് കഴിയുമെന്ന്. ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തിക്ക് നിഴലിട്ട് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പകർച്ചയ്ക്ക് എന്റെ കുടുംബത്തിനകത്ത്, എന്റെ സഭയ്ക്കകത്ത് ജീവനില്ലാത്ത, ചലിക്കാത്ത അനുഭവങ്ങളെ ശത്രു നിർവീര്യമാക്കി കളഞ്ഞ് ഹല്ലേലൂയ ചലിക്കാത്ത മണ്ഡലങ്ങളെ ചലിപ്പിക്കുവാൻ കഴിയുന്ന, പരിവർത്തിക്കുന്ന ഒരു ആത്മാവുണ്ടെന്ന്. ക്രിസ്തുവിൽ അവൻ വ്യാപരിച്ചു. ക്രിസ്തുവിൽ അവൻ വ്യാപരിച്ചു. എപ്പോൾ അവന്റെ ജനനം മുതൽ അത് വ്യാപരിച്ചു. മറിയയിൽ അത് വ്യാപരിച്ചു. ഗർഭപാത്രത്തിൽ അത് വ്യാപരിച്ചു. കല്ലറയിൽ അത് വ്യാപരിച്ചു. ശരീരത്തിൽ അത് വ്യാപരിച്ചു. ശുശ്രൂഷയിൽ അത് വ്യാപരിച്ചു. പരിമൂലിയിൽ അത് വ്യാപരിച്ചു. പൈശാചിക ശക്തികൾ പോരടിച്ചപ്പോൾ അത് വ്യാപരിച്ചു. Praise God. വിശ്വസിച്ചാലേ കർത്താവിന്റെ ജനനം മുതൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. ഭൂമിയിലേക്ക് ദൈവാത്മാവിനെ നടത്തി, അല്ലേ? ഹല്ലേലൂയ. കല്ലറയിൽ നിന്ന് പുറത്തു വരുവാൻ അവന്റെ ശരീരത്തിന് മേൽ ആത്മശക്തി വ്യാപരിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് ആദമിൽ വ്യാപരിച്ചതുപോലെ ആരിൽ വ്യാപരിച്ചു? ക്രിസ്തുവിൽ വ്യാപരിച്ചു. ഇവർ രണ്ടുപേരുടെ ജനനം പ്രതിരൂപം എന്ന് പറയാൻ കാരണം രണ്ടുപേരുടെ ജനനം എന്തായിരുന്നു? പരിശുദ്ധാത്മാവിലായിരുന്നു. ഹല്ലേലൂയ. ഒന്ന് വരുന്നതിലേക്ക് നമുക്ക് ലേഖനത്തിലേക്ക് വരാം. 15-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നമ്മുടെ ലക്ഷ്യം എന്താണ്? നാം മരിക്കുന്നത് വരെയുള്ള നമ്മുടെ കാര്യങ്ങൾ ചന്തവും ഉചിതവുമായി നടക്കണം. അതാണോ കർത്താവിൽ നാം പ്രതീക്ഷിക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ കാലം കഴിയാറാകുമ്പോൾ ഏകദേശം 40 വയസ്സ് 45 വയസ്സ് അല്ലേ, ആ പ്രായത്തിലുള്ളവർ വിളിപ്പുണ്ട് അല്ലേ? ഏകദേശം ഒരു 20 വർഷം കൂടെ ഓടിയാൽ നല്ലത് അല്ലേ? ഇതൊക്കെ ഓടുപോകുന്നതിന്റെ അറിയത്തില്ല അല്ലേ? അപ്പൊ അങ്ങനെ ഇരിക്കുന്ന നമുക്ക് നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മുടെ തലമുറകളുടെ കാര്യം എന്തായിത്തീരും എന്ന് ചിന്തിക്കുന്നവരായി തുടങ്ങി നമ്മൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ആയുസ്സിൽ നമുക്ക് ചിന്തിക്കുന്ന നമ്മുടെ വിഷയങ്ങൾ കഴിഞ്ഞ് നമ്മുടെ തലമുറ വിഷയങ്ങളോട് ഏറ്റെടുത്ത് നമ്മുടെ ആയുസ്സിൽ നടക്കുന്ന ചില വിടുതലുകൾക്ക് വേണ്ടി മാത്രമാണ് കർത്താവിൽ നാം ആശ്രയിക്കുന്നെങ്കിൽ നാം സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നത്. അതായത് മരണം കഴിഞ്ഞ് ഈ
നിത്യജീവനെ കുറിച്ച്, മരണം കഴിഞ്ഞാലുള്ള ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന പ്രത്യാശയെ കുറിച്ചുള്ള പഠനങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തില് നാം ആയിരിക്കുന്നത്. നീ ഈ ആയുസ് പ്രത്യാശ വെച്ചാൽ നീ ഒരു വേസ്റ്റ് ആണ്. എന്നാൽ ക്രിസ്തു ഒരുവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടായാൽ ആര് മൂലമാണ് ഈ മരണം ഉണ്ടായത്? നമ്മുടെ അപ്പച്ചൻ അല്ലേ? പുള്ളി ആ വിലക്കപ്പെട്ട കനി കഴിച്ചില്ലായിരുന്നെങ്കിൽ അല്ലേ നമുക്ക് ഈ ആത്മീക മരണം ഉണ്ടാകത്തില്ലായിരുന്നു. ദൈവത്തിൽ നിന്നുള്ള വ്യത്യാസം നമുക്ക് സംഭവിക്കത്തില്ലായിരുന്നു. എന്നാൽ പുള്ളി ഇത് കഴിച്ചുപോയി, ആത്മീക മരണം സംഭവിച്ചു. ഒരുവൻ മനുഷ്യൻ മൂലം മരണം ഉണ്ടായി. എന്നാൽ മറ്റൊരു മനുഷ്യൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ കാറ്റിനാൽ ജീവശ്വാസം മൂക്കിലേക്ക് ഊതിയ മനുഷ്യൻ, ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട ആദാം, അവൻ ദൈവത്തിൽ നിന്ന് അകന്നതിനാൽ, പാപം ചെയ്തതിനാൽ ആത്മിക മരണം ലോകത്തിലേക്ക് കടന്നെങ്കിൽ നമ്മിൽ ജനിക്കുന്ന സകല കുട്ടികളിലും ആദാമിന്റെ പാപം പകരപ്പെടുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നു, മറ്റൊരുവനൂടെ വന്നു. 2025 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരുവൻ വന്നു. ഒരുവനാൽ ആത്മിക മരണം സംഭവിച്ചപ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനം ഒരു മനുഷ്യനാൽ ഉണ്ടായി. ഒരു മനുഷ്യനാൽ മരണം വന്നു അല്ലേ? ആദമിനാൽ മരണം വന്നപ്പോൾ പുനരുത്ഥാനം ആർക്കൂടെ വന്നു? യേശു ക്രിസ്തുവിൽ കൂടെ വന്നു. താഴ്വര ചോദ്യം നിർത്താം. ആദമിലെല്ലാവരും മരിക്കുന്നത് പോലെ. ആദം പാപം ചെയ്തപ്പോൾ ആദമിൽ എല്ലാവരും മരിച്ചു. തുടർന്നുള്ള തലമുറകളെല്ലാം മരണപ്പെട്ടു പോയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്നാൽ അങ്ങനെ മരിക്കുന്നത് പോലെ എന്നാൽ 2025 വർഷമായി ജീവിക്കുന്ന നമുക്കൊരു പ്രത്യാശയുണ്ട്. അത് 2025 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവർക്ക് ആ പ്രത്യാശയില്ലായിരുന്നു. അവർ ദൈവത്തിൽ നിന്ന് കേൾക്കേണ്ടിയിരുന്നു, യാഗങ്ങൾ നടത്തേണ്ടിയിരുന്നു, പാപപരിഹാര യാഗങ്ങൾ അവർക്കുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്! 2025 നിൽക്കുന്ന നാം എത്ര ഭാഗ്യമുള്ളവരാണ്! ഒരുവൻ കാരണം ജീവൻ നമ്മിലേക്ക് വ്യാപരിക്കുന്നു. ഏലിയാവിന്റെ കയ്യിലേക്ക് ഞാൻ മാറണോ? അതോ എരിഹോവിന്റെ പതനത്തിലേക്ക് ഞാൻ മാറണോ? മാറണം വിചാരിക്കുന്നു. അതിനേക്കാൾ ശക്തിയേറിയ ഒരു ദൂതാണിത്. ഒരുവൻ മരണപ്പെട്ടതുകൊണ്ട് പാപം, ഒരുവൻ ശാരീരിക മരണം, ആത്മിക മരണം ലോകത്തിലേക്ക് വിതച്ചപ്പോൾ മറ്റൊരുവൻ പുനരുത്ഥാനത്തോടുകൂടെ എഴുന്നേറ്റതിനാ ജീവിക്കപ്പെടുവാനിടയായിത്തീർന്നു. അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, അവരിലല്ലേ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും അവരിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വിചാരമായി സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഈ വിശ്വാസത്തിൽ വന്നതുകൊണ്ട്, ക്രിസ്തുവിനെ സ്വീകരിച്ചതുകൊണ്ട് നമ്മുടെ അകത്തെ ദാഹം പോയി. ഇന്ന് പല മതങ്ങൾക്കും എത്ര ആരാധിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും ദാഹം മാറുന്നില്ല. കാരണം കാണുന്നവരെ അവർ കണ്ടില്ല. എന്നാൽ നാം ആത്മീക ദാഹം ശ്രമിച്ചവരായി തീർന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് നാം ഒരുവനിൽ പരിപൂർണനായിരിക്കുന്നു. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? നമ്മൾ പരിപൂർണരായിരിക്കുന്നു. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും അവൻ തലയാണ്. ഇത് രാത്രി വിശ്വസിക്കാമോ? ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ചാൽ നീ അനുഭവിക്കുന്ന ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ തലയായി ഒരുത്തനുണ്ട്. അധികാരിയായി ഒരുവരുണ്ട്. സകലത്തിന്റെ മേലും സകല വാഴ്ചകൾക്ക് മേലും. നമുക്ക് ഈ ഭൂമിയിലുള്ള പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അല്ലേ? ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിൽ, സ്വർലോകങ്ങളിൽ, ഭൂലോകങ്ങളിൽ, അധോലോകങ്ങളിൽ, പാതാളത്തിൽ സകലത്തിന്റെ മേൽ വാഴ്ചകളുടെ മേൽ അധികാരമുള്ളവൻ. നമുക്ക് ഈ ഈ ലോകത്തിലെ പ്രശ്നങ്ങളേ ഉള്ളൂ. സ്വർലോകങ്ങളുടെ മേൽ അധികാരമുള്ളവൻ. അധോലോകങ്ങൾ നമുക്കറിയത്തില്ലേ എന്തോ സംഭവിക്കുന്നത് അറിയത്തില്ല.
ഭാഗങ്ങളിലേക്ക് ശ്രദ്ധിക്കണമെന്നുണ്ട്. അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ ആദമിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പ്രാർത്ഥിക്കാനുള്ള സമയമേ ഉള്ളൂ. പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ആവശ്യമല്ല ഉൽപ്പത്തി പുസ്തകം കിട്ടുന്നില്ലേ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. പ്രൈസ് ദി ലോർഡ്. ആരാദ്യം നിന്നു? നിങ്ങൾ പറ. ആരാദ്യം നിന്നു? സമ്മതിക്കാൻ. സ്ത്രീ ആദ്യം നിന്നു, പിന്നെ ഭർത്താവിനും എടുത്തു, അവനും നിന്നു. ശ്രദ്ധിക്കുക, ആദം ഈ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചു? ചിന്തിച്ചിട്ടുണ്ടോ? ഹവ്വയെ പാമ്പ് ചതിച്ചല്ലേ? ഹവ്വ ചതിക്കപ്പെട്ടു. അവൾ പാമ്പ് പറഞ്ഞതൊക്കെ വിശ്വസിച്ചു. കാണാൻ വിലക്കപ്പെട്ട കനി ഭംഗിയുള്ളതായി തോന്നി അല്ലേ? കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് അവൾക്ക് തോന്നി, അല്ലെങ്കിൽ അവളെ പാമ്പ് വിശ്വസിപ്പിച്ചു. അവളത് കഴിച്ചു. അവളത് കഴിച്ചിട്ട് ആരെടുത്ത് വന്നു? ഭർത്താവിനടുത്ത് അല്ലേ? ആദമിനടുത്ത് വന്നു, അവനും കൊടുത്തു. ആദമിന് കഴിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ആദമിന് കഴിച്ചില്ലായിരുന്നെങ്കിൽ ആദമിന്റെ തേജസ് നഷ്ടപ്പെടത്തില്ലായിരുന്നു അല്ലേ? ആരുടെ മാത്രം പോയതിന്? ഹവ്വയുടെ തേജസ് നഷ്ടപ്പെട്ടു. ആദമിന് കഴിച്ചില്ലായിരുന്നെങ്കിൽ ആദമും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം പോകത്തില്ല, ഹവ്വയുടെ മാത്രം പോകും. ആര് പുറത്താകും? ഏദൻ തോട്ടത്തിൽ നിന്ന് ഹവ്വ മാത്രം പുറത്താകും. സന്തോഷമില്ലല്ലോ? ഹല്ലേലൂയ. ഹവ്വ മാത്രം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താകും. ആദമിന് പിന്നെയും വെയിലാകുമ്പോൾ കർത്താവ് ഇറങ്ങി വരും, അവരോട് സംസാരിക്കും, കൂട്ടായ്മ ബന്ധം തുടരും അല്ലേ? പിന്നെ വേണം ഭാര്യയിൽ നിന്ന് ദൈവമേ ഓർമ്മത്തിനെ കൂടെ എടുക്കാമോ എന്നൂടെ വേണം ആദമിന് ചോദിക്കാം. അതെന്റെ ഒരു ചിന്തയാണ്. ഹല്ലേലൂയ. നിങ്ങൾ അഗ്രി ചെയ്യുമെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആദം ഭക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ആദമിന് ഏദൻ തോട്ടത്തിൽ പുറത്തു പോകാൻ പറ്റില്ലായിരുന്നു. കാരണം ദൈവതേജസ്സിൽ തുടരാമായിരുന്നു. എന്തിനായിരിക്കും ആദം ഇത് ഭക്ഷിച്ചത്? എന്തിനായിരിക്കും? സ്ത്രീ കൊടുത്തു, അവനും തിന്നു. ഇത് ആദമിന് നിശ്ചയമായിട്ട് അറിയാൻ വിലക്കപ്പെട്ട കനിയാണ് അല്ലേ? ഇത് കൊടുത്തത് പിശാചാണ്, പാമ്പായിരിക്കും. ഇതിന്റെ പിന്നിലൊക്കെ ആളുകൾ അറിയാം. പക്ഷെ സ്ത്രീ കൊടുത്തത് എന്ത് ചെയ്തു? അവനും വാങ്ങി ഭക്ഷിച്ചു. നമ്മുടെ ഭാര്യമാർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പറയാറില്ലേ, അവളെ ഞാൻ വരച്ച വരയും നിർത്തും. പക്ഷെ വര വരയ്ക്കുന്ന അവളാണ് അല്ലേ? വരച്ച വര നിർത്തും. വര വരയ്ക്കുന്നത് പുള്ളിക്കാരിയായിരിക്കും. ഭാര്യമാര് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? എന്റെ പിള്ളേർ ചോദിക്കണം, പപ്പ മമ്മി പറയുന്നത് എപ്പോഴും എന്ത് കേൾക്കുന്നത്? അങ്ങനെ എഗ്രി ചെയ്യുന്നത് എന്തിനാ കേൾക്കുന്നത്? കേൾക്കുന്നത് നിങ്ങളോട് ദേഷ്യപ്പെട്ടത് മാറ്റാൻ കഴിവില്ലാതിരുന്നിട്ടല്ല. ആണോ? അതിനുള്ള കഴിവ് നോക്കില്ലേ അല്ലേ? നിങ്ങൾ തെറ്റായിട്ടുള്ളൊരു കാര്യം ഞങ്ങളടുത്ത് കൊണ്ടുവരുമ്പോ അത് പറ്റത്തില്ല, മാറിപ്പോകുന്നു പറയാനുള്ള ആംബിയർ ഞങ്ങൾക്കുണ്ട് അല്ലേ? പക്ഷെ ഞങ്ങളത് ചെയ്യത്തില്ല. ആദാമിന്റെ അടുത്ത് പഴം കൊണ്ടുവന്ന പുള്ളി അത് ഭക്ഷിച്ചു. എന്താ ഭക്ഷിച്ചതിന്റെ കാര്യം അറിയാമോ? ആദമിന് മനസ്സിലായി ഈ പഴം ഭക്ഷിച്ചില്ലെങ്കിൽ ഹവ്വയെ ആദമിന് നഷ്ടപ്പെടും. വിശ്വസിക്കാൻ പ്രയാസമല്ലേ? ഹല്ലേലൂയ. കാരണം ഹവ്വയെ ആദാമിൽ നിന്ന് എടുത്തു. അവൻ ഹവ്വയെ സ്നേഹിച്ചു തുടങ്ങി. ഹവ്വ സാന്നിധ്യത്തിൽ നിന്ന് പോകും, ഏതിൽ നിന്ന് പുറപ്പെട്ടു പോകും. അതുകൊണ്ട് ഹവ്വയെ നഷ്ടപ്പെടുത്തുവാൻ ആദം ആഗ്രഹിക്കാതെ അവനും ആ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ എഗ്രി ചെയ്യുന്നത് ഞങ്ങൾക്ക് പേടിയായതുകൊണ്ടല്ല. BP ഉള്ളവരെന്ന് ദൈവത്തെ ശ്രദ്ധിക്കാതെ ഭാര്യ പേടി ആയതുകൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാണ്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് സ്നേഹമുള്ളത് കൊണ്ടും, രണ്ട് BP പ്രശ്നം ഉണ്ടാകാതിരിക്കാനും. അതുപോലെ ആദം ഇത് അവോയ്ഡ് ചെയ്യാമായിരുന്നു. ദൈവത്തെ അന്നേരം വിളിക്കാൻ, ദൈവമായിട്ട് കണക്ഷനുള്ള ആദമിന് ദൈവത്തെ അന്നേരം വിളിക്കാമായിരുന്നു. പക്ഷെ അവനിത് ഭക്ഷിച്ചു. താൻ ഹവ്വയെ സ്നേഹിച്ചിരുന്നുകൊണ്ട് ഹവ്വ ഏതെന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ആദം അത് ഭക്ഷിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇതുപോലെയാണ് ക്രിസ്തുവിനും
അവനെ നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. പാപം അറിയാത്തവനാ ആദം ഹവ്വയെ സ്നേഹിച്ചതുപോലെ തന്റെ മണവാട്ടി സഭയെ വീണ്ടെടുക്കാൻ വേണ്ടി ആത്മിക മരണം സംഭവിച്ച ജനത്തെ തിരിച്ചെടുക്കാൻ വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ഒരുവൻ പാപം അറിയാത്തവൻ ഇറങ്ങി വന്നു. ദൈവത്തിന്റെ നീതി അറിയേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഹല്ലേലൂയ. ഗലാത്യർക്കെതിരെ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വായിക്കാൻ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ. ഇനി ഇനി ജീവിക്കുന്ന ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവത്രേ ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ ആ. എന്നെ സ്നേഹിച്ച അതുകൊണ്ട് എനിക്ക് ദൈവത്തോടുള്ള ബന്ധം എങ്ങനെ, ദൈവത്തോടുള്ള നന്ദി എങ്ങനെ കാണിക്കാൻ പറ്റും? ഞാൻ ക്രിസ്തുവിനോടുകൂടെ എന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്റെ തീരുമാനങ്ങളോ എന്റെ ഇഷ്ടങ്ങളോ എന്റെ പദ്ധതികളോ അല്ല, ഒരുവന് വേണ്ടി ഞാൻ ജീവിക്കുവാൻ തീരുമാനിക്കുന്നു. ഞാനെന്നാൽ ജഡത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് മരണം സംഭവിച്ചിട്ടില്ല. ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എങ്ങനെ? എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താൽ ജീവിക്കുന്നു. ഞാൻ ജഡത്തിൽ ജീവിക്കുകയോ എന്റെ മരണസമയം വരെ എനിക്കിവിടെ ജീവിച്ചേ പറ്റുകയുള്ളൂ. അത്
ബ്ലസ് ചെയ്യും, ജോലി നമുക്ക് നൽകും, വിസ നമുക്ക് നൽകും, എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവം നൽകും. ഇപ്പോൾ നാം കേട്ടതുപോലെ നന്മയും കരുണയും ഒക്കെ നമ്മെ പിന്തുടരും. നമ്മളതിനെ പുറകെ പോകേണ്ട, ദൈവം അതെല്ലാം നമുക്ക് നൽകി തരും. ഹല്ലേലൂയ. എന്നാൽ ഈ ആയുസ്സിനല്ല നാം എല്ലാം ആശ്രയിക്കുന്നത്. മരണം കഴിഞ്ഞ് കഥയില്ലാത്ത, ചുരുക്കമില്ലാത്ത, മാലിന്യമില്ലാത്ത ഒരു മണവാട്ടി സഭയുമായി അവൻ ഒരിക്കൽ ആ തേജസ്സോടെ നമ്മെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത്, എൻ്റെ കഷ്ടതകളും എൻ്റെ ദുഃഖങ്ങളും ഒക്കെ തീരും. അതൊക്കെ ഈ ഭൂമിയിലുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകും, ദുഃഖങ്ങളിൽ കൂടെ കടന്നു പോകും. എന്നാൽ അവിടെ കഷ്ടതയില്ല, അവിടെ മുറവിളിയില്ല, അവിടെ ദുഃഖമില്ല, അവിടെ കണ്ണുനീരില്ല. അങ്ങനൊരു പട്ടണം